എന്തായാലും പാരന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇനി മുതൽ നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്താലും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യില്ല. അല്ല, ഞാൻ കാര്യം പറയട്ടെ, ഇവര് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് നിന്നുവെങ്കിൽ അതിന് ഇവിടെ കംപ്ലൈന്റ് പറയാൻ മാത്രം ടീച്ചർക്ക് എന്താ തോന്നിയത്? സാർ ഇവിടെ സംസാരിക്കരുത്. സാർ അന്ന് ലീവിലായിരുന്നു. ഞാൻ കണ്ട കാര്യം ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ ഇവിടുത്തെ പ്രധാന അധ്യാപകനെ അറിയിച്ചു. അദ്ദേഹമാണ് നടപടി എടുത്തത്. കുട്ടികൾ തെറ്റ് ചെയ്തെങ്കിലേ അവരെ മാറ്റി നിർത്തി ഉപദേശിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് നാട് മുഴുവൻ അറിയിച്ച കുട്ടികളുടെ ഭാവി കളയല്ല വേണ്ടത്. ഈ ചങ്ങായി എല്ലാത്തിനും കഴിച്ചിരിക്കുന്നത്. സാറേ, ഞാൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒന്നും ഇട്ടിട്ടില്ല. ഞാനൊരു കാര്യം കണ്ടു, കൃത്യമായിട്ട് സാറിനോട് വന്ന് പറഞ്ഞു. സാറാണ് നടപടി എടുത്തത്. അപ്പൊ നിങ്ങളത് ഫേസ്ബുക്കിലിട്ട്? ഹലോ, നിങ്ങളത് ഫേസ്ബുക്കിലിട്ട്? പിന്നെ ടീച്ചർ പറഞ്ഞു ഇങ്ങനത്തെ വന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാത്ത ഉണ്ടാക്കി പറഞ്ഞുണ്ടാക്കുക കേട്ടോ. അത് ആരപ്പോ ഇതൊക്കെ പറഞ്ഞത്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിൽ കുട്ടികൾ തെറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മൾ അവരെ ശിക്ഷിക്കുവോ? അത്ര ഇവിടെ നടന്നിട്ടുള്ളൂ. ഇപ്പൊ എടുത്തിരിക്കുന്ന നടപടി കറക്റ്റ് ആണ്. അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ചർച്ചകൾക്കൊന്നും കാര്യമില്ല. ഞാൻ ശ്യാമള മാഡത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. രണ്ട് പിഞ്ചു കുട്ടികൾ ആലിംഗനം ചെയ്തതാണ്, അതിനാണ് നിങ്ങൾ അവരെ പുറത്താക്കി. ശ്യാമള മാഡത്തിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ശ്യാമള മാഡത്തിന്റെ കുട്ടി എന്റെ കുട്ടിയുടെ എറൈസർ അഥവാ റബ്ബർ കട്ട മോഷ്ടിച്ചു കുറച്ചു ദിവസം മുമ്പ്. അതിന്റെ പേരിൽ മാഡത്തിന്റെ കുട്ടിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടാൽ മാഡം എന്ത് പറയും? എന്തുദാഹരണോ ചങ്ങായി അത്? ഇതിപ്പോ എന്താ റബ്ബർ മോഷ്ടിക്കണ മാതിരിയാണ് ആലിംഗനം? എന്ത് കുഴപ്പമെന്നോ? റബ്ബർ മോഷ്ടിച്ച ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ട് കഴിഞ്ഞു. ആലിംഗനം ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അതിനൊക്കെ വലിയ കുഴപ്പമില്ല. എന്ത് പറഞ്ഞാൽ ഈ പറഞ്ഞു? എന്റെ കുട്ടിക്ക് അങ്ങനെ റബ്ബർ മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് ഇഷ്ടം പോലെ ഞാൻ മേടിച്ചു കൊടുക്കും. എല്ലാവരും ദയവ് ചെയ്ത് നിർത്തൂ. നിങ്ങൾ പറഞ്ഞോളി. ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആരും തള്ളിക്കളയില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. മാഷ് പറഞ്ഞോ? മാഷ് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇത്തിരി കൂടി സ്പീഡിൽ പറ, അല്ലെ ഇത് പറഞ്ഞു തരുമ്പോ സ്കൂൾ പൂട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വിഭാഗം അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, ഒരു വിഭാഗം അതിനെ എതിർക്കുന്നവരുമുണ്ട്. ഈ രണ്ടു കൂട്ടരും ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ എതിർചേരിയിൽ നിൽക്കുന്നത് കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ഭാവിയുണ്ട്, അവർക്ക് പഠിക്കണം, അവർക്കൊരു ജീവിതം വേണം. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ഈ കുട്ടികളെ എത്രയും വേഗം അവരെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളും അതിനോട് യോജിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% യോജിക്കും. ഈ പ്രശ്നത്തില് എന്റെ ടീച്ചർക്ക് എന്തോ കുഴപ്പമോ കേസോ ഉണ്ടാവുമോ മാഷെ? എന്റെ ടീച്ചറോ? നമ്മുടെ ടീച്ചറല്ലേ? ടീച്ചറിന് എന്തുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം. ഓനെ ഏറ്റെടുത്തോളാം. അതെ ടീച്ചറെ നിങ്ങൾ ഇത്തിരി നീരുന്നോളാം, അല്ലെങ്കിൽ ഓങ്ങളെ കെട്ടിപ്പിടിക്കും. മറിമായം.